ബാക്ക്. ചെമ്പനി പൂ സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വണക്കം. ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ചെമ്പനി പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ്. അതായത് നമ്മുടെ എന്ന് പറയുമ്പോൾ പറ്റുന്ന നിങ്ങളുടെ എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയായ പെണ്ണിനെ കൊള്ള വിളിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, അതായത് കുറേ കുറ്റങ്ങളും കുന്നായ്മകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രുതിയോട് പറയുന്നു, എന്നെ അച്ചമ്മ പണി ചെയ്യിപ്പിച്ച് കൊല്ലുവാടി. എന്ന് പറയുന്നു. അപ്പോൾ കൂട്ടുകാർ പറയുന്നു, നിൻ്റെ ഇരിപ്പ് അത്ര മോശമൊന്നുമല്ലോ, ചെയ്തതിന് ഞാൻ വീട്ടിൽ മതിയാവോ, എന്നെ കുറ്റം പറയാതെ എന്തെങ്കിലും വഴി പറഞ്ഞ് താടി. എന്ന് ശ്രുതി പറയുന്നു. അപ്പോൾ ശ്രുതി അപ്പോൾ നീ വലിയ ബുദ്ധിമതിയല്ലേ, നീ തന്നെ കണ്ടുപിടിക്കുക അതിനുള്ള വഴി എന്ന് എന്ന് പറയുന്നു. ആരോട് പറയുന്നു? നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ശ്രുതിയോട് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ നോക്കാന്നല്ല, ആലോചിക്കട്ടെ എന്ന് പറയും. അങ്ങനെ കുറച്ച് ആലോചിച്ച് എന്ന് പറഞ്ഞ് എൻ്റെ നാട് ഓടിയെന്ന് പറഞ്ഞ പേരിൽ ഇവിടെ കിടന്നാലും എത്തും. അത് കൊള്ളാമെന്ന് കൂട്ടുകാരിയും പറയുന്നു. എന്നാൽ നീ എങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷേ ആർക്കും സംശയം തോന്നരുത് എന്ന് കൂട്ടുകാർ പറയുന്നു. മാത്രമല്ല, നിനക്ക് വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ അച്ചമ്മ അവിടുത്തെ വീട്ടിലെല്ലാം ജോലിയും ചെയ്യേണ്ടി വരും. മാത്രമല്ല, ജോലി കൂടുതൽ ചെയ്യുമ്പോൾ ഇവിടുന്ന് പുള്ളിക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോൾ പിന്നെ നിൻ്റെ ആക്ടിങ് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ശ്രുതിയും പറയുന്നു, കൊള്ളാമെന്ന് പറയുന്നത്. അപ്പോൾ നീ അങ്ങനെ ചുമ്മാ വെറുതെ നടുപൊടിയെന്ന് പറയാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്ദർഭോചിതമായ രീതിയിൽ വേണം ചെയ്യാനെന്ന് കൂട്ടുകാരി അവളുടെ ചെവിയിൽ ഓതിക്കൊടുക്കുന്നു. അപ്പോൾ ശ്രുതി, ഓക്കെ, എന്നാൽ എന്നോട് നിലം തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിലം തുടഞ്ഞ് കുഞ്ഞ് നിൽക്കുമ്പോൾ നടു എൻ്റെ വിലങ്ങി എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവാം എന്ന് പറയുന്നു. എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയുടെ ഭർത്താവ്. അതിനിടയ്ക്ക് വേറൊരു ഡയലോഗ് കൂടെ ഉണ്ട്.
രേവതിക്കാണെങ്കിൽ സുഖമാണ് എന്ന് ശ്രുതി കൂട്ടുകാരോട് പറയുന്നു. എപ്പോഴും അവളെ ശ്രദ്ധിക്കാനായിട്ട് സജീവ് അടുത്തുണ്ട്. കണ്ടിട്ട് കൊതിയാവുന്നു എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ വീണാക്കാൻ എൻ്റെ അടുത്ത് സ്തുതിയും വരൂലെന്ന് പറയുന്നു. അപ്പോൾ കൂട്ടുകാർ വന്നു, സജി അല്ല ശ്രുതി. അപ്പം നീ അത് ആ കാര്യം നീ പ്രതീക്ഷിക്കണ്ട, നിനക്ക് പണി ചെയ്യാതെ നീക്ക് അതിൽ നിന്ന് ഒഴിവ് കിട്ടും, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ടാണ് സംഭവം നിർത്തുന്നത്. സോ ആ ഒരു സംഭവത്തോടു കൂടെ അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്നത് ജിങ്കിടി ജിങ്കാലേ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്രുതി കാറിൽ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവനെ ഫോളോ ചെയ്ത വില്ലന്മാരുണ്ട്, അവരും ഇവനെ ഫോളോ ചെയ്ത് നിൽക്കുന്നു. സോ ഫോളോ ചെയ്തിട്ട് ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേല നിൽക്കുക. അപ്പോൾ ശ്രുതി ഇറങ്ങിയിട്ടൊരു പാർക്കിനുള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വിവരം അവന്മാരുടെ ബോസിനെ ഒരുത്തന്നെ വിളിച്ച് പറയുന്നു. ബോസ് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നീ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് മാത്രം പോകുമെന്ന് പറഞ്ഞു. ആ ബോസിൻ്റെ ബോസിൻ്റെ ശൃംഖല ഉണ്ടായിരുന്നു. അവൻ പറയുന്നു, ഇത് മാഡത്തോട് പറയേണ്ടിയിരുന്നു, വേണ്ട നമ്മൾ തന്നെ സ്വയം പ്ലാൻ ചെയ്തോളാൻ മാഡം പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് മറ്റവനെ പറയുന്നത്. സോ അതുകൊണ്ട് അവിടെ കൊണ്ട് ആ ഒരു സംഭവം അങ്ങ് തീരുവാണ് ഗൈസ്. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് പറയാൻ സൗകര്യമില്ല. വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോളോ. ഗുഡ് ബൈ.